ഗോകുൽ, കൊല്ലം ജില്ലയെ പറ്റി ഒരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതെ അതെ, ഞാൻ ഈ ഇടയ്ക്ക് അവിടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ലിറ്ററസിയുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത തീർച്ചയായിട്ടും നമ്മുടെ കൊല്ലം ജില്ല ഭയങ്കര നോട്ടീസബിൾ ആയിട്ടുള്ളൊരു ഗ്രാഫ് കൈവരിച്ചു. അതായത് കേരളത്തിലെ മറ്റ് ജില്ലകളെ അനുബന്ധിച്ച് കൊല്ലം ജില്ലയിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ലിറ്ററസി അഥവാ ഭരണഘടനാ സാക്ഷരത ഒന്നാമതായി നിൽപ്പുണ്ട്. അതെ, അപ്പോൾ ഈ ഭരണഘടനാ സാക്ഷരത ഈ ഒരു സമൂഹത്തിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് തോന്നുന്നുണ്ട്. തീർച്ചയായിട്ടും, കാരണം നമ്മുടെ കേരളം എന്ന് പറയുന്നത് തന്നെ ഒരു സാക്ഷര സമൂഹമാണ്. മൊത്തം അല്ലെങ്കിൽ മുഴുവൻ ഇന്ത്യയെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് എല്ലാവരും കേരളത്തെ ഉറ്റു നോക്കുന്നത് നമ്മുടെ ലിറ്ററസി റേറ്റ്സ് വെച്ചിട്ടാണ്. അതെ, എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മളുടെ ലിറ്ററസി റേറ്റ് ബാക്കിയുള്ള സ്റ്റേറ്റ്സിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഓൾവേസ് അപ്പ് അല്ലേ. പക്ഷേ നമ്മൾ മൊത്തം ഇന്ത്യയുടെ ഒരു കണക്കെടുക്കുകയാണ്, നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ലിറ്ററസിയെ കുറിച്ച് ഇപ്പോൾ സംസാരിക്കുന്നു. സാധാരണ ലെവലിലുള്ള ലിറ്ററസി പോലും പെനിട്രേറ്റ് ചെയ്യാത്തടത്തേക്ക് നമ്മൾ എങ്ങനെയാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ ലിറ്ററസി എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊണ്ടുവരിക? അതെ, അവിടെയാണ് നമ്മുടെ ഭരണഘടന കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ ലിറ്ററസി കൊടുക്കാനായിട്ടുള്ള പ്രൊവിഷൻസ് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുണ്ട്. അതിനുപരി നമുക്ക് കുറച്ച് മെക്കാനിസംസ് ഉണ്ട്, കുറച്ച് ഗവൺമെന്റൽ മെഷീനറീസ് ഉണ്ട്. അവരുടെ അൾട്ടിമേറ്റ് എയിം തന്നെ ഭരണഘടനാ സാക്ഷരത കോമൺ ആയിട്ടുള്ള പബ്ലിക്കിന് എത്തിക്കണം. അതെ, നമ്മുടെ ഈ ലീഗൽ സർവീസസ് അതോറിറ്റീസ് എക്സാക്ട്ലി, ലീഗൽ സർവീസ് അതോറിറ്റീസ് ആക്ട് വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ ലീഗൽ സർവീസ് അതോറിറ്റി എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, അതിന്റെ മെയിൻ എയിം ഈ പറയുന്ന താഴെത്തട്ടിലുള്ള ആൾക്കാർക്ക് ഫ്രീ ലീഗൽ എയ്ഡ് എത്തിക്കുക. അതെ, പക്ഷെ എത്ര ആൾക്കാർക്ക് ഈ ഫ്രീ ലീഗൽ എയ്ഡിനെ പറ്റി അറിയാം? വളരെ കുറച്ച്. അതിനെക്കുറിച്ച് അറിയിക്കുക എന്നുള്ളതാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ ലിറ്ററസി എന്ന് പറയുന്ന കോൺസെപ്റ്റിലൂടെ നമ്മൾ വിചാരിക്കുന്നത് അല്ലേ. അപ്പം ഓരോ സ്റ്റേറ്റിലും എത്രത്തോളം ആൾക്കാരുണ്ടോ, എത്രത്തോളം ലിറ്ററേറ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടോ, അത്രയും മെച്ചപ്പെട്ടതായിരിക്കും അവിടുത്തെ ഗവൺമെന്റിന്റെ ആസ് വെൽ ആസ് അവിടുത്തെ മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ പ്രവർത്തനം. അതെ അതെ, തീർച്ചയായിട്ടും. പക്ഷെ അവിടെ ഒരു പ്രശ്നം വരുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ മാത്രം കടമയാണോ അതോ നമ്മുടെയും കൂടെ കടമയാണോ കോൺസ്റ്റിറ്റ്യൂഷണലി അവെയർ ആയിട്ടിരിക്കുന്നതും പല കാര്യങ്ങളും അതിന്? അതെ, ആ പറഞ്ഞ കാര്യം വളരെ കറക്റ്റ് ആണ്. കാരണം ഇതൊരു ഡബിൾ സൈഡഡ് കോയിൻ എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. ഇറ്റ് ഇസ് ബോത്ത് എ റെസ്പോൺസിബിലിറ്റി ആസ് വെൽ ആസ് ഒരു റൈറ്റ്. നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് ഒരു അറിവ് നേടുക എന്ന് പറയുന്നത് നമ്മുടെ റൈറ്റും, നേടുക എന്ന് പറയുന്നത് നമ്മുടെ ഡ്യൂട്ടിയും ആകും. അപ്പം ഈ രണ്ട് ഭാഗത്തും ഉള്ള ഒരു റൈറ്റ് ആൻഡ് ഡ്യൂട്ടി, അങ്ങനെ ഒരു ഡിഫറൻസ് ആ ഒരു രീതിയിലാണ് പോകുന്നത് അല്ലേ. നമ്മൾ നേരത്തെ സംസാരിച്ച ലീഗൽ സർവീസ് അതോറിറ്റീസ്, ഈ ലീഗൽ സർവീസ് അതോറിറ്റി ആക്ടിന്റെ എയിം, അതിന്റെ ഒബ്ജക്റ്റീവ് മീറ്റ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? അവിടെയാണ് ഞാനും ആലോചിച്ചത് തന്നെ. ഇപ്പോൾ നമ്മൾ നോക്കുന്നു പല രീതിയിലുള്ള മെഷീനറീസ് അല്ലെങ്കിൽ മെത്തേഡ്സിലൂടെ ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ ലിറ്ററസി ഇമ്പാർട്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു ഐഡിയ വരുന്നുണ്ട്. ഫോർ ഇൻസ്റ്റൻസ് നമ്മളിപ്പോൾ സെക്ഷൻ 12 ആർക്കൊക്കെ ഇത് കിട്ടുന്നു എന്നുള്ളതാണ് സെക്ഷൻ 12 പറയുന്നത്. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്, കുട്ടികൾക്ക്. ഇത് സ്റ്റാർട്ട് ഓഫ് ചെയ്യുന്നത് എനിക്ക് ഓൾമോസ്റ്റ് 8 കാറ്റഗറീസ് ഓഫ് പീപ്പിളിന് ഈ ഫ്രീ ലീഗൽ എയ്ഡിനെ കുറിച്ച് അവർ സംസാരിക്കുന്നുണ്ട്. സ്റ്റാർട്ടിങ് വിത്ത് SC/ST, പിന്നെന്താണ് ഇൻഡസ്ട്രിയൽ വർക്കേഴ്സ്, നമ്മളെ വുമൻ ആൻഡ് ചിൽഡ്രൻ, ഫാക്ടറി വർക്കേഴ്സ്, അതേപോലെ ഫൈനാൻഷ്യലി എനിക്ക് തോന്നുന്നുണ്ട് ഫൈനാൻഷ്യലായിട്ട് ബാക്ക്വേർഡ് നിൽക്കുന്ന ആൾക്കാർക്ക് ഫ്രീ ലീഗൽ എയ്ഡ് കിട്ടുന്ന. ഞാൻ ആസ് ഓഫ് ഈ ആക്ട് കൊണ്ടുവരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഇറ്റ് വാസ് 9,000 5,000 അങ്ങനെയാണ് സ്റ്റേറ്റ് ലെവലില്. അതെ, ഈ ഇത് ഇപ്പോഴത്തെ ഒരു സാഹചര്യം അനുസരിച്ച് ഓരോ തവണയും ഗവൺമെന്റ് ഓർഡേഴ്സ് വഴി ഈ എത്രത്തോളം ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് വരെ ഈ ഫ്രീ ലീഗൽ എയ്ഡ് കിട്ടുമെന്നുള്ളത് അവർ ഇടയ്ക്കിടയ്ക്ക് മാറ്റാറുണ്ട്. ആസ് ഓഫ് നൗ സ്റ്റേറ്റില് കാര്യങ്ങൾ നേടുന്നതിന് വേണ്ടി അവർക്ക് 3 lakhs ആണ് അവർ വെച്ചിരിക്കുന്നത് ബാർ. അതേപോലെ സുപ്രീം കോടതിയിലേക്ക് ഉള്ള കാര്യങ്ങൾക്ക് 9 lakhs ആണ്. പക്ഷെ ഇതിനെ പറ്റിയിട്ടൊക്കെ നമ്മുടെ സമൂഹത്തിലുള്ള ആൾക്കാർ ബോധവാന്മാരും ബോധവതികളുമാണ്. ഫോർ ഇൻസ്റ്റൻസ് നമുക്ക് ലെറ്റ്സ് കൺസിഡർ എ വുമൺ, അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ കാര്യം എടുക്കാം. അവര് ഡൊമസ്റ്റിക്കലി ഭയങ്കരമായിട്ട് ഹോസ്റ്റലായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ കൂടെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ അവർക്ക് നമ്മുടെ പൊതു സമൂഹത്തിന് മൊത്തത്തിൽ ഒരു കാഴ്ചപ്പാടുണ്ട്. ഒരു ലോയർ അല്ലെങ്കിൽ ഒരു അഡ്വക്കേറ്റ് ഇല്ലാതെ നമുക്ക് ഒരിക്കലും ജസ്റ്റിസ് കിട്ടത്തില്ല, അല്ലെങ്കിൽ കോടതിയെ സമീപിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ ഒരു അപ്രോച്ച് ഉണ്ട്. അത് സത്യം പറഞ്ഞാൽ നമ്മൾ പൊളിച്ചെടുക്കേണ്ട ഒരെണ്ണം തന്നെയല്ലേ. അതെ, ഈ ലോയർ വേണം എന്ന് പറയുന്ന ഒരു കാര്യം കൊണ്ട് തന്നെയാണ് പലരും ജസ്റ്റിസിനെ ആക്സസ് ചെയ്യാത്തത്. തീർച്ചയായിട്ടും ഒരു കാര്യം നമ്മൾ ചെയ്യുന്നതിന് മുമ്പേ അതിന് മടിക്കുന്നതിന്റെ കാരണം അതിന്റെ ഹോൾ പ്രൊസീജിയർ ഇസ് വെരി ടീഡിയസ് എന്നുള്ള ഒരു തോന്നൽ കാരണമാണ് നമ്മൾ. തീർച്ചയായിട്ടും, പ്രത്യേകിച്ച് ലീഗൽ സർവീസ് അതോറിറ്റീസ് ആക്ടിൽ പറയുന്നുണ്ട് ഒരു സ്ത്രീക്ക്, ഒരു വുമൺ ആൻഡ് ചൈൽഡ് എന്ന് പറയുന്നത് എക്സാക്ട് കോട്ടഡ് കാറ്റഗറിയാണ് ഫ്രീ ലീഗൽ എയ്ഡ് ആക്സസിബിൾ ആവുന്നത്. ഞാൻ പറഞ്ഞു വരാൻ കാരണം ഇടയ്ക്ക് ഒരു ലേഡി, പുള്ളിക്കാരി വീട്ടിൽ ഭയങ്കരമായിട്ട് ഹോസ്റ്റലായിട്ട് ഡൊമസ്റ്റിക് വയലൻസ് അനുഭവിച്ചു വന്ന ഒരാള്, പക്ഷെ പ്രൈവസി ഇഷ്യൂസ് കാരണം, അതർ കൺസേൺസ് കാരണം ഒന്നും ഒരു ലോയറിനെ കോൺടാക്ട് ചെയ്യാനും അതുവഴി പ്രോപ്പർ ചാനൽ വഴി ഒരു കോടതിയെ അപ്രോച്ച് ചെയ്യാനും പറ്റിയിട്ടുണ്ട്.
ഇതെന്റെ ശ്രദ്ധയപ്പെട്ടപ്പോഴാണ് ഞാൻ ഇവരുടെ അടുത്ത് ഇതിനെപ്പറ്റി പറഞ്ഞത്. അതായത് ഫ്രീ ലീഗൽ എയ്ഡ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. അതുവഴി നമുക്ക് ലീഗൽ സർവീസ് അതോറിറ്റിയിൽ പോവാം. ലീഗൽ സർവീസ് അതോറിറ്റി പോയി നമ്മുടെ കംപ്ലൈന്റ് അവിടെ കൊടുക്കുന്നത് വഴി പിന്നെ ആപ്ലിക്കേഷൻ അവർ സ്വീകരിച്ച് ഇപ്പൊ ഈ പറഞ്ഞതിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. നമ്മള് ഈ എന്താണ് അവയർനെസ് എത്തിക്കുക എന്ന് പറയുന്നത് ഒരു മൗത്ത് ടു മൗത്ത് ട്രാൻസ്ഫർ വഴി എത്തുള്ളൂ എന്നുള്ളതാണ്. ഉറപ്പായിട്ടും തീർച്ചയായിട്ടും മനസ്സിലായി. നമ്മൾ ലീഗൽ സർവീസസിലും അല്ലെങ്കിൽ ലീഗൽ നോളജ് ഉള്ള സ്റ്റുഡൻസ് അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിലുള്ള ആൾക്കാർ അവർ മറ്റുള്ളവർക്ക് ഈ നോളജ് ഇമ്പാർട്ട് ചെയ്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇവർക്ക് എല്ലാവർക്കും ആ അറിവ് കിട്ടും. തീർച്ചയായിട്ടും അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം വലിപ്പ ചെറുപ്പമില്ലായ്മയാണ്. ഒരു ലീഗൽ സ്റ്റുഡന്റിനും ഒരു അഡ്വക്കേറ്റിനും അതുപോലെ തന്നെ ഒരു ജുഡീഷ്യൽ ഓഫീസറിനും ഒരുപോലെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ലീഗൽ അവയർനെസ്. അതിന്റെ സ്റ്റെപ്സ് നമ്മൾ എത്രത്തോളം ആൾക്കാരിലേക്ക് എത്തിക്കുന്നു അത്രത്തോളം നമ്മൾ നമ്മുടെ ഭരണഘടനയോട് ചെയ്യുന്ന നീതിയും കടപ്പാടുമാണ്. അതെ, തീർച്ചയായും. സോ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത് വരും കാലങ്ങളിലെങ്കിലും അല്ലെ, വരുന്ന നമ്മുടെ യുവതലമുറയും കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി അവയർ ആയിരിക്കും. പക്ഷെ അതില് ഭയങ്കര നോട്ടീസിംഗ് ആയിട്ടുള്ള ഒരു കാവ്യാത്മക ഭംഗി ഒളിഞ്ഞു കിടപ്പുണ്ട്. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുന്ന എല്ലാവരും അതിന്റെ പ്രിയാമ്പിള് എത്ര മനോഹരമായിട്ട് എഴുതിയിരിക്കുന്ന പ്രിയാമ്പിളാണ്. ആ പ്രിയാമ്പിളിന്റെ സത്ത് മനസ്സിലാക്കിയിട്ടായിരിക്കും കോൺസ്റ്റിറ്റ്യൂഷൻ വായിക്കുന്നത്. ഒരിക്കലും അല്ലേ. നമ്മള് പലപ്പോഴും എന്താണ് ഒരു പുസ്തകം വായിക്കുന്നത് അതിന്റെ പ്രിയാമ്പിള് നമ്മള് കളഞ്ഞിട്ടാണ് പുസ്തകം വായിച്ചത്. പുസ്തകം വായിക്കുന്ന ലാഘവത്തോടെ കോൺസ്റ്റിറ്റ്യൂഷൻ വായിച്ചു കഴിഞ്ഞാൽ അതിലൊളിഞ്ഞിരിക്കുന്ന കാവ്യാത്മക ഭംഗി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വരില്ല. അപ്പൊ നമ്മൾ അതിൽ നിന്ന് തുടക്കം തന്നെ നമ്മൾ വായിച്ചു പോയാൽ മാത്രമേ അല്ലേ പറഞ്ഞിരിക്കുന്നത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമ്മുടെ കർത്തവ്യവും നമ്മുടെ കടമയും. അവിടെ ഒരു കോൺഫ്ലിക്റ്റ് വരരുത്. റൈറ്റും ഡ്യൂട്ടിയും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് വരാതെ അത് നമ്മുടെ തന്നെ കടമയാണ് അല്ലേ, ലീഗൽ എഡ്യൂക്കേഷൻ ഇമ്പാർട്ട് ചെയ്യുക. പിന്നെ ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, അവർക്കിപ്പോ കിട്ടുന്നില്ല എന്ന് വിചാരിച്ചു, ലീഗൽ എഡ്യൂക്കേഷൻ കിട്ടുന്നില്ല. അങ്ങനെ വരുവാണെങ്കിൽ അവർക്ക് ബേസിക് ആയിട്ട് നേടാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് കൊടുക്കാൻ വേണ്ടി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. സ്റ്റാർട്ടിങ് ഓഫ് വിത്ത് താലൂക്ക് ലെവൽ കമ്മിറ്റി മുതൽ ലീഗൽ സർവീസസിന്റെ, അതുമുതൽ അങ്ങ് നാഷണൽ ലെവൽ വരെ നമുക്ക് എന്തുണ്ട്, ലീഗൽ സർവീസ് അതോറിറ്റീസ് ഉണ്ട്. അപ്പോൾ അവിടെ പോയി ആക്സസ് ചെയ്യുക. ആ ഒരു ബേസിക് നോളജെങ്കിലും അവർക്ക് നമ്മൾ ഇമ്പാർട്ട് ചെയ്തില്ലെങ്കിൽ വളരെ മോശമാണ്. ഈ സൊസൈറ്റിയുടെ ഡെവലപ്മെന്റിലേക്ക് അത് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇനി വരുന്ന ഒരു ദിവസം സുപ്രഭാത വാർത്തയിൽ വരട്ടെ ഇതുപോലെ കേരളം കോൺസ്റ്റിറ്റ്യൂഷണൽ ലിറ്ററസിയിൽ കേരളം ഇന്ത്യക്ക് മൊത്തം മാതൃകയായി ഒരു ഇതായിട്ട് വരട്ടെ എന്ന് വിചാരിക്കുന്നു അല്ലേ. അതിനുശേഷം ഇന്ത്യ മൊത്തം തന്നെ കോൺസ്റ്റിറ്റ്യൂഷണലി ലിറ്ററേറ്റ് ആണ് എന്നുള്ള വാർത്തയിൽ വരട്ടെ. അതെ, അങ്ങനത്തെ നല്ല വാർത്തയ്ക്ക് വേണ്ടി നമുക്ക് പ്രതീക്ഷിക്കാം.